മസാല ബോണ്ടിൽ കിഫ്ബിക്ക് നൽകിയ നോട്ടീസിന്മേൽ തുടർ നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിയിൽ അപ്പീലുമായി ഇഡി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യാനുള്ള നടപടി അധികാരപരിധി മറികടന്നാണെന്നും ഡിവിഷൻ ബെഞ്ചിന് നൽകിയ അപ്പീലിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇഡിക്ക് തിരിച്ചടി ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. 3 മാസത്തിന് ശേഷം അത് പരിഗണിക്കാം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട്. പക്ഷേ ഇഡി അതിന് കാത്തു നിൽക്കുന്നില്ല. അധികാരപരിധി മറികടന്നുകൊണ്ടാണ് ഉത്തരവ് എന്ന് ചൂണ്ടിക്കാട്ടി മേൽക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ പോകുന്നു. എന്താണ് അപ്പീലിന്റെ ഉള്ളടക്കം? ഇഡിയുടെ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത്, വിഷ്ണു സുരേഷ്? ടി.കെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തുടർ നടപടിയിലേക്ക് ഇഡിക്ക് കടക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് കിഫ്ബിക്കും അതോടൊപ്പം തന്നെ അതിന് ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഒക്കെ നോട്ടീസ് അയച്ചത്. പക്ഷേ ആ നോട്ടീസ് ചോദ്യം ചെയ്ത് സംസ്ഥാന കിഫ്ബി തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ പോയി. ആ ഹർജിയിലാണ് ഇന്നലെ ഇഡി അയച്ച നോട്ടീസ് താൽക്കാലികമായി 3 മാസത്തേക്ക് അതിന്മേലുള്ള നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ളൊരു കാര്യമാണ് ഈ ഇഡി നോട്ടീസ് എന്നും ആ പശ്ചാത്തലത്തിൽ ആ നോട്ടീസിന്മേലുള്ള സ്റ്റേ അത് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഇഡി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്ക് വേഗം കൂട്ടാനായിട്ട് ഇഡി ഉദ്ദേശിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് 3 മാസം പോലും കാത്തു നിൽക്കാൻ പറ്റാതെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്പീലിലേക്ക് പോകാൻ ഇഡിയെ പ്രേരിപ്പിച്ചിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്, കിഫ്ബിയുടെ മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾക്കാണ് ഇഡി നോട്ടീസ് അയച്ചത്. മസാല ബോണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിയ വായ്പയിൽ ഏകദേശം 464 കോടി രൂപ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അത് ഫെമ ചട്ടലംഘനമാണെന്നും ഇഡി നോട്ടീസിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരാകട്ടെ ഒരു തരത്തിലുള്ള ഫെമ ചട്ടലംഘനവും നടന്നിട്ടില്ല, കൃത്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് പണം ഉപയോഗിച്ചതെന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിന് കിഫ്ബിക്ക് സ്റ്റേ അനുവദിച്ചത്. അത് ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഇഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ടിക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.